നെൽകർഷകർക്ക് നേരെ സംസ്ഥാന സർക്കാർ കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് കർഷക മോർച്ചയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കർഷക സംഘടനകൾ ഒത്തുചേർന്ന് സമരപ്രഖ്യാപന കൺവെൻഷൻ സംഘടിപ്പിക്കുകയാണ്. രാവിലെ 10 മണിക്ക് പാലക്കാട് ചന്ദ്രനഗറിലുള്ള പാർവതി കല്യാണ മണ്ഡപത്തിലാണ് കൺവെൻഷൻ നടക്കുന്നത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കർഷക പ്രതിനിധികളും സംഘടനാ നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുക്കും. അരുൺ കൊടുങ്ങൂർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, നമുക്കറിയാം ചിങ്ങം 1 പോലും കർഷക ദിനമായ അന്ന് പോലും കർഷകർ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാലക്കാട് എന്ന് പറയുന്നത്. കാരണം അവർക്ക് നെല്ല് വില ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം സർക്കാരിനെ പല ആവർത്തി അറിയിച്ചിട്ട് പോലും അവഗണനയല്ലാതെ മറ്റൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് കർഷക ദിനത്തിൽ പോലും മന്ത്രി MP രാജേഷ് അവരെ പരിഹസിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കുകയാണ് കർഷകർ, അല്ലേ? തീർച്ചയായും സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ് നെൽകർഷകർ ഉള്ളതെല്ലാം വിറ്റുപറിക്കുകയാണ് ഇവരെല്ലാം തന്നെ കൃഷി നടത്തുന്നത്. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള പണം നൽകാത്തതിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉടലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തെ ഏറെ ജാഗ്രതയോടെ കർഷകർക്കൊപ്പം നിന്നുകൊണ്ടുള്ള പരിഹാരത്തിലേക്കാണ് BJP പോകുന്നത്. കഴിഞ്ഞ ദിവസം BJP നിശ്ചയിച്ച വിദഗ്ധ സമിതി കൃത്യമായി തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ടെത്തി അവരിൽ നിന്നും ശേഖരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കർഷകരുടെ വിഷയത്തെ കർഷകരെ ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് BJPയുടെ ലക്ഷ്യവും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഒരു സമരപ്രഖ്യാപനം തന്നെ BJPയുടെ കർഷക മോർച്ച നടത്തുന്നത്. പാലക്കാട് വെച്ചാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അതോടൊപ്പം തന്നെ കർഷക സംഘടനാ പ്രതിനിധികളും അതോടൊപ്പം തന്നെ വിവിധ കർഷക സംഘടനകളും ഈ സമരപ്രഖ്യാപന കൺവെൻഷനിൽ നടത്തും. നമുക്കറിയാം, വാക്കുകൾക്ക് അപ്പുറത്തേക്ക് പ്രായോഗിക തലത്തിലായുള്ള ഒരു ഇടപെടലും കർഷകർക്ക് വേണ്ടി സർക്കാർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചിങ്ങം 1 പോലും സമരം നടത്തേണ്ട ഒരു ഗതികേടിലേക്ക് കർഷകർ പോയത്. ഉള്ളതെല്ലാം വിറ്റുപറക്കി പാടത്ത് പൊന്നു വിളയിച്ച് അതിന്റെ അധ്വാനത്തിന്റെ ഫലം ചോദിക്കുമ്പോൾ അത് നൽകാത്തൊരവസ്ഥയിലേക്ക് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയിലേക്ക് നമ്മുടെ കർഷകരെ തള്ളിവിടുന്നു. കടക്കണിയിലേക്ക് കർഷകരെ തള്ളിവിടുന്നു. കൃഷിയുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവരെ എത്തിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു കർഷകർ. അതുകൊണ്ട് തന്നെ പലതവണ പരാതികളും നിവേദനങ്ങളും ഒക്കെ നൽകിയിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളെ സമീപിച്ചിട്ടും യാതൊരു തരത്തിലുള്ള ഇടപെടലും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്തിട്ടില്ല. ഇതോടെയാണ് പ്രത്യക്ഷ സമരത്തിലേക്ക് പരസ്യ പ്രതിഷേധത്തിലേക്കൊക്കെ തന്നെ കർഷകർ പോവുകയും ചെയ്തത്. എന്തായാലും BJP ഈ വിഷയം ഏറ്റെടുത്തിരിക്കുകയാണ്. കർഷകർക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നാണ് കഴിഞ്ഞ ദിവസം BJP നേതാക്കളൊക്കെ തന്നെ പറഞ്ഞത്. എന്തായാലും കർഷക മോർച്ചയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമരപ്രഖ്യാപനമാണ് നടത്തുന്നത്. കർഷകരെ സംബന്ധിച്ചോളം ഇത് ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിലടക്കം ഇടപെട്ടുകൊണ്ട് കൃത്യമായി തന്നെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ കണ്ണു തുറക്കാൻ, കർഷകർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ കർഷക മോർച്ച ശക്തമായ ഒരു സമരം നടത്തും. ആ സമരത്തിന്റെ ഒരു പ്രഖ്യാപനം വലിയൊരു പോരാട്ടം നടത്തുമ്പോഴും ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടാണ് ഇത് എന്ന് പറഞ്ഞു പരിഹസിച്ച് തള്ളുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു MP രാജേഷിന്റെ ഭാഗത്തുനിന്ന്.